ഇപ്പോൾ കിടന്നിടന്ന് എഴുന്നേറ്റു. അമ്മൂമ്മ സ്വർണ്ണപ്പല്ല് വെച്ച് അമ്മൂമ്മ ഈ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. ഈ അമ്മൂമ്മയുടെ ചുറ്റും ആളുകളുണ്ടായിരുന്നു. ഈ പല്ലൊന്ന് ഊരാൻ പറ്റുമോ എന്നറിയാം. കാരണം വെന്റിലേറ്ററിൽ നിന്ന് അമ്മൂമ്മയെ ഊരിയാൽ ഈ പല്ലടിച്ചു മാറ്റാം, സ്വർണ്ണപ്പല്ല് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മൂമ്മ ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ICUവിൽ വന്നു. ICUവിൽ നിന്ന് എഴുന്നേറ്റു, അല്പം പിച്ച വെച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അമ്മൂമ്മ മരിച്ചില്ല എന്ന വാർത്ത വന്നിട്ടുണ്ട്. ഇനി അമ്മൂമ്മയുടെ വായിലെ സ്വർണ്ണപ്പല്ല് ഇളക്കാൻ പറ്റൂല. അമ്മൂമ്മ മരിച്ചിട്ടില്ല. ഇനി അമ്മൂമ്മ എണീച്ച് നടന്നു. അമ്മൂമ്മ ഓടും, പേടിക്കണ്ട. അമ്മൂമ്മ നല്ല സ്പീഡിൽ ഓടി കാണിച്ചു തരും. അതുകൊണ്ട് ആ ആശങ്ക വേണ്ട. KSRTC എന്ന അമ്മൂമ്മ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. മരിച്ചിട്ടില്ല. വായിലെ സ്വർണ്ണപ്പല്ലും അവിടെ ഇരിപ്പുണ്ട്. വാ നിറച്ച് സ്വർണ്ണപ്പല്ലായി മാറും. നല്ല വിലയുള്ള സ്വർണ്ണപ്പല്ല് വായിക്കാത്ത നിറച്ച് സ്വർണ്ണപ്പല്ലായിരിക്കും. അതുകൊണ്ട് അമ്മൂമ്മ എണീറ്റു നടന്നു. ഇനി അമ്മൂമ്മ ഓടും, ചാടും, അങ്ങനെ പലതും ചെയ്യും. അവിടെ വന്ന സംഭവങ്ങൾ, ഓളോടെ പുതിയ ബസ് വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി അത്രയും വില കൂടിയ വണ്ടി നമ്മൾ വാങ്ങിക്കുകയാണ്. വാങ്ങുമ്പോൾ അത് ഉദ്ഘാടനം കാണാൻ വേണ്ടി ആരാ വരുന്നത്? മോഹൻലാൽ, മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആ വണ്ടിയിൽ കയറിക്കൊണ്ട് ഈ വണ്ടിയെക്കുറിച്ച് അഭിപ്രായം പറയണം. നമുക്ക് കിട്ടിയ പബ്ലിസിറ്റിയാണ്. വേറെ എങ്ങനെ നടക്കും? മോഹൻലാൽ സൗജന്യമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ KSRTCക്ക് വേണ്ടി പരസ്യം ചെയ്ത് തന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മിടുക്കല്ലേ? അതാലോചിച്ച് നോക്കൂ. അതിങ്ങനെ ഒപ്പിച്ചു, എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. 5 പൈസ വാങ്ങിച്ചിട്ടില്ല. പ്രിയദർശൻ 5 പൈസ വാങ്ങിച്ചിട്ടില്ല. ഏറ്റവും നല്ല പരസ്യം, ഹൃദയസ്പർശിയായ മോഹൻലാലിൻ്റെ അനുഭവം വിവരിക്കുന്ന KSRTCയുമായുള്ള ആത്മബന്ധത്തെപ്പറ്റി പറയുന്ന ഒരു മനോഹരമായ 2 പരസ്യം അദ്ദേഹം ചെയ്തു. അദ്ദേഹം സമയം ഉണ്ടായിട്ടാണോ? അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് തന്നു. ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ KSRTCക്ക് പരസ്യം വേണമെന്ന് ചോദിക്കും. പക്ഷേ KSRTCക്ക് ഒരു പരസ്യം വേണം. KSRTC വളരുന്നു. KSRTC ആകർഷണീയമാണ്. KSRTC നിങ്ങൾക്ക് ഭാഗ്യം വരണമെങ്കിൽ നിങ്ങൾ KSRTC കയറി പോകുന്നതാണ് മോഹൻലാൽ അൾട്ടിമേറ്റ്ലി പറയുന്നത്. ഞാൻ എൻ്റെ ഭാഗ്യത്തിലേക്ക് നടന്നു കയറിയത് KSRTC ബസ്സിലൂടെയാണ് എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഈ വാഹനത്തിലേക്ക് വരാനുള്ളൊരു സന്തോഷം ഉണ്ടാകും. നമ്മൾ കൊണ്ടുവന്ന ഡിജിറ്റൽ, ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഡിജിറ്റൽ വൈറ്റ് പേപ്പർ, അതായത് നമ്മൾ കൊണ്ടുവന്ന ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും മാതൃകയാണ്. നമ്മുടെ ട്രാവൽ കാർഡ്, നമ്മളെ ക്യാൻസർ കാർഡ്, ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറയാത്ത വിധത്തിൽ അവർ അതിനകത്ത് ആക്റ്റീവ് ലോങ് ലൈഫ് എന്നുള്ള കാർഡ് ഉണ്ടാക്കി ആ കാർഡ് ജീവനക്കാർ അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. അവരൊന്നിനും വരണ്ട, ഓൺലൈനിലൂടെ അവർക്ക് അപേക്ഷിക്കാം. സാധനം റെഡിയാവുന്ന വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. KSRTC ജീവനക്കാരെ നല്ല മനസ്സുണ്ട്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ കൺസെഷൻ കാർഡ്, ഇതൊക്കെ ചരിത്രപരമായ മാറ്റമല്ലേ? മറ്റേ ഒരു വെള്ള പേപ്പറിൽ വെട്ടിയും കുറിച്ചും എന്തൊരു പാടായിരുന്നു. ഇപ്പം പഞ്ചീതം കൊടുക്കുകയില്ലേ? കുട്ടികൾക്ക് കൂടുതൽ ദിവസം യാത്ര ചെയ്യാൻ അവസരം കൊടുത്തില്ലേ? ശനിയാഴ്ച കൂടി യാത്ര ചെയ്യാൻ അവസരം കൊടുത്തില്ലേ? സൗജന്യം കൊടുത്തില്ലേ? ഈ ക്യാൻസർ പേഷ്യൻസിന് കീമോയ്ക്കും പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പറയും, സാറേ നാളെ കീമോയ്ക്ക് പോകണം, അല്ലെങ്കിൽ റേഡിയേഷന് പോകണം, വണ്ടിക്കൂലിക്ക് കാശില്ല സാറേ. അപ്പോൾ വണ്ടിക്കൂലിക്ക് കാശില്ല എന്ന് പറഞ്ഞാൽ ആരും ഇനി ചികിത്സയ്ക്ക് പോയിരിക്കേണ്ട. കേരളത്തിൽ എവിടെ നിന്ന് അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സൗജന്യമായി അവർക്ക് യാത്ര ചെയ്ത് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ചെറിയ കാര്യമായി ചിലർ കാണും. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊന്നും വലിയ ചിലവൊന്നും വരില്ല. കാരണം നമ്മുടെ ബസ്സുകളിൽ പലതും കാര്യമായിട്ട് പോവുകയാണ്. അപ്പോൾ അതിലൊരു ഒരു സീറ്റ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തു എന്ന് കരുതി ഈ രാജ്യത്ത് ഒരു നഷ്ടവും ഇതിന് സംഭവിക്കാനില്ല. അല്ലാതെ ഓസിനെ വല്ലവരെയും ചിലവർ വാങ്ങിച്ച തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചതല്ല. ചിലരുണ്ട് ഈ വല്ലവരെയും ചിലവർ തേങ്ങ വാങ്ങിച്ചിട്ട് ഗണപതിക്ക് അടിച്ചിട്ട് പോകും. കാരണം എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയും. കാരണം റോഡിൽ കിടന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് കാശ് ചിലവൊന്നുമില്ല. എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയുന്ന പോലെയല്ല, നമ്മൾ കണക്ക് കൂട്ടി തന്നെയാണ് ആ ഒരു ആനുകൂല്യം ക്യാൻസർ പേഷ്യൻസിന് നൽകിയത്. അതുപോലെ KSRTC അടിയന്തരമായി ആശുപത്രി തുടങ്ങുകയാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ആശുപത്രി ഉദ്ഘാടനം ചെയ്യും. 10 ബെഡിൽ ഡയാലിസിസാണ്. ഡയാലിസിസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രി. മറ്റെല്ലാ മരുന്നുകളും കോസ്റ്റ് പ്രൈസിൽ നിന്നും ചെറിയ വ്യത്യാസത്തിൽ ഞങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്ത് അത് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതിനൊക്കെ വളരെ ചെറിയൊരു ശതമാനം മാർജിൻ ഇട്ടുകൊണ്ട് എല്ലാ മരുന്നുകളും അവിടെ വില കുറച്ച് കിട്ടും. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും കിട്ടും. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ചെയ്യും. അവിടെ വരുന്ന രോഗികളെ പരിശോധിക്കാൻ നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലുമായി ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ യൂറോളജിസ്റ്റ് വന്ന് ഇവരുമായിട്ട് രോഗികളെ ഒരാഴ്ചയിൽ 2 ദിവസം അവർ തന്നെ കാണും. പിന്നെ നമ്മുടെ ഡോക്ടർ അവിടെ ഉണ്ടാകും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് നമുക്ക് ഡയാലിസിസ് മെഷീൻ സൗജന്യമായിട്ട് നൽകുന്നത്. എല്ലാ സൗകര്യങ്ങളും ചെറുതെങ്കിലും എല്ലാ സൗകര്യങ്ങളുള്ള നല്ല ഒരു ആശുപത്രി നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അത് ചൊവ്വാഴ്ചയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. റെഡിയായി കിടക്കുകയാണ്. അതിന് കുറച്ച് മെഷീൻസ് കൂടെ വരാനുണ്ട്. നല്ല ലാബറട്ടറി ഫെസിലിറ്റി, രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുമായി ചേർന്നുകൊണ്ട് ഏറ്റവും തുച്ഛമായ ചാർജിൽ എല്ലാവിധ ടെസ്റ്റുകളും, ലിവർ ഫംഗ്ഷൻ അടക്കമുള്ള എല്ലാ ടെസ്റ്റുകളും പരിശോധിക്കാനുള്ള ലാബും അതിൻ്റെ ഉള്ളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ലാബ് ഉണ്ടാകും, എക്സ്റേ ഉണ്ടാകും. ഭാവിയിൽ എക്സ്റേയും സ്കാനിങ്ങും
അതായത് അൾട്രാസൗണ്ട് സ്കാൻ അല്ല, CT സ്കാൻ വരെയുള്ള സ്കാനിങ് സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി തയ്യാറാണ്. നമ്മൾ തന്നെ സ്പേസ് കൊടുത്താൽ അതുകൂടി ചെയ്യും. അങ്ങനെ നമ്മുടെ ആശുപത്രി ഒരു ഫുൾ സ്വിങ്ങിലെത്തും. KSRTC ആശുപത്രി KSRTC ജീവനക്കാർക്കും ജനങ്ങൾക്കും ഉപകാരമായിട്ട്, ഏറ്റവും പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സ്ഥാപനമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ വേണം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഈ വിത്തെടുത്ത് കുത്തുകയാണ്, അങ്ങനെയൊന്നുമില്ല. KSRTCയുടെ പൈസ ഒന്നുമില്ല, എല്ലാം ഓസാണ്. ഒന്നും പേടിക്കണ്ട, KSRTCയുടെ പൈസ ഒന്നുമില്ല. ഇതെല്ലാം സ്പോൺസർഷിപ്പാണ്, കംപ്ലീറ്റ് സ്പോൺസർഷിപ്പിലാണ് വാങ്ങുന്നത്. അതൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും KSRTCയുടെ പൈസ അധികമായി ചിലവാക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാർഡ് അടിച്ചു, കാർഡ് സ്പോൺസർഷിപ്പാണ്. 6 ലക്ഷം കാർഡുകൾ കൊടുത്തു കഴിഞ്ഞു. 15 ലക്ഷം കാർഡാണ് അടിക്കാൻ കൊടുത്തേക്കുന്നത്. അതിന് 6 ലക്ഷം കാർഡുകൾ നമ്മൾ വിതരണം ചെയ്തു. കാർഡിന് ഭയങ്കര ഡിമാൻഡാണ്, നമ്മുടെ ട്രാവൽ കാർഡിന്. ഇനി വരാൻ പോകുന്ന 7 ലക്ഷം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വരാൻ പോകുന്നതിന് ഇഷ്ടം പോലെ കാർഡ് കൊടുക്കാൻ പറ്റും. ഈ കാർഡ് കൊടുക്കുമ്പോൾ കാർഡ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, പക്ഷേ 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാർഡ് ഫ്രീ ആണ്. കാർഡിന് പുറത്ത് റോഡ് സേഫ്റ്റിയുടെ പരസ്യം വെച്ചിട്ട് അത് ഫ്രീ ആക്കിയിട്ട്, കാർഡ് ഫ്രീ ആക്കിയിട്ട് അതും കൂടി KSRTCക്ക് ലാഭമാണ്. അങ്ങനെ KSRTC എവിടെ നിന്നൊക്കെ പൈസ കിട്ടുന്നു അതെല്ലാം വാങ്ങിയെടുത്ത് KSRTC മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അപകടം പിടിച്ചൊരു സ്ഥാപനമാണ്. ഇതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ് തലയിൽ മുട്ടയും വെച്ച് പോകുന്നതാണ്, എപ്പോഴെങ്കിലും താഴെ വീണ് പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി അത് KSRTCയുടെ CMD അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഇതുകൊണ്ട് ടയർ അടക്കമുള്ള കാര്യങ്ങൾ പുതിയ പരിഷ്കാരം വരാൻ പോവുകയാണ്. ടയർ വാങ്ങി നമ്മൾ പൈസ കളയുന്നില്ല. ഇനി ടയർ വാങ്ങിയിട്ട് ടയറിൻ്റെ മെറ്റീരിയൽ വാങ്ങി അതിനകത്ത് അഴിമതി, പിന്നെ ചെയ്ത സാധനം തേഞ്ഞു പോയി. അപ്പോൾ ഒരു പുതിയ ആശയം വന്നുണ്ട്. അത് എറണാകുളം ജില്ലയിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുകയാണ്. ആ ടയർ നമ്മൾ വാങ്ങിക്കുന്നില്ല, ടയർ വേറൊരു കമ്പനി വാങ്ങിക്കുന്നു. ആ കമ്പനി വിവിധതരം ടയർ തരും, ടയർ മെയിൻറ്റെയിൻ ചെയ്യും, ടയർ മാറ്റിയിട്ട് തരും. വഴി പഞ്ചറായി കിടന്നാൽ അവർ വണ്ടി എടുക്കും, അവർ ടയർ മാറ്റി പഞ്ചർ മാറ്റി എടുക്കും. ഇതെല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ ടിക്കറ്റിൻ്റെ പുറത്ത് 1 കിലോമീറ്ററിന് ഇത്ര പൈസ, ഇത്ര രൂപ വെച്ച് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് കൊടുക്കുകയുള്ളൂ. നമ്മൾ ടയർ തേഞ്ഞാലും നമുക്കൊന്നില്ല, ടയറിന് വേണ്ടത്ര മൈലേജ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ സുപ്രീം കോടതി കേസ് പറയുന്നുണ്ട്, ടയർ തേയ്മാനം, ടയർ കൂടുതലായി തേഞ്ഞു പോയത് കൊണ്ട് ആ കമ്പനിക്ക് പൈസ കൊടുത്തില്ല. അയാൾ കേസ് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി കേസ് നടക്കുകയാണ്. അവിടെ നിന്ന് വിധി വന്നാൽ ഈ തേഞ്ഞു പോയ ടയർ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും ചിലപ്പം. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഘട്ടം ഘട്ടമായി എറണാകുളം ജില്ലയിൽ നമ്മൾ ആരംഭിക്കുന്നു. ആ ടയർ വാങ്ങുന്ന പരിപാടി അവസാനിക്കും. ടയറുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്ന പർച്ചേസ്, അതിനുണ്ടാകാൻ പോകുന്ന ക്രമക്കേടുകൾ, അതിനുണ്ടാകുന്ന തകരാറുകൾ, ഇവയൊന്നും ഇനി ഉണ്ടാവില്ല. ഈ കമ്പനി ടയർ തരും, അത് തേഞ്ഞാലും നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കിലോമീറ്റർ ഇത്ര കൊടുക്കും, വണ്ടി വഴി കിടക്കില്ല. കാരണം വണ്ടി പഞ്ചറായാൽ അവർ ഇമ്മീഡിയറ്റ്ലി അവിടെ എത്തി ടയർ മാറ്റിയിടും. അതുപോലെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതെല്ലാം അവർ തന്നെ ആയിരിക്കും. നമുക്ക് മറ്റു പണികൾ നോക്കിയാൽ മതി. ടയർ പഞ്ചറായതിൻ്റെ പേരിലുള്ള ഒരു ഡാമേജ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ടയർ തേഞ്ഞ ടയർ ഓടിക്കും. നമ്മൾ സൂപ്പർവൈസർ നല്ല ടയറാണ് ഇട്ടേക്കും, നമ്മളെ ആൾക്കാർ പരിശോധിക്കും. അതല്ലാതെ മറ്റെല്ലാ കാര്യം ഈ 6 ടയർ ഓടുന്നതിൽ എല്ലാവരും 6 ടയർ ഓടുന്നതിൽ 1-2 ടയറുകൾ പലപ്പോഴും തറയിൽ തൊടുന്നില്ല. കാരണം ടയറിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. ഈ സൈസ് വ്യത്യാസത്തിൽ ടയർ കയറ്റി ഇടുമ്പോൾ അകത്തെ ടയർ ചിലപ്പോൾ നിലത്ത് കൊടുത്തില്ല, ചിലപ്പോൾ പുറത്തെ ടയർ നിലത്ത് കൊടുത്തില്ല. അത് മറ്റേ തേഞ്ഞ് പോകുമ്പോൾ തേയില്ല. അപ്പോൾ ഇത്തരം കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ തന്നെ ഈ ടയറുകൾ കൊണ്ട്, പല കമ്പനികളിലായിരിക്കും, എല്ലാ കമ്പനിയുടെയും ടയർ കാണും, അവർ പല കമ്പനി ടയർ വാങ്ങിച്ചുകൊണ്ട് വരും. അവരത് ഇട്ടോളും, ഓടിച്ചോളും. നമ്മൾ കിലോമീറ്ററിന് പൈസ കൊടുക്കുന്ന പരിപാടിയുള്ളൂ. അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വന്നിട്ടുണ്ട്. ബസ്സിനകത്ത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഓൺലൈനിൽ കൊട്ടാരക്കരയും വന്നു, കൊല്ലത്തും തുടങ്ങിയില്ലേ, ഇവിടെയും തുടങ്ങിയല്ലോ. ഇവിടെ തുടങ്ങി കൊട്ടാരക്കര 11 സ്ഥലങ്ങളാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വരാൻ അവസരം കൊടുക്കുകയാണ്. KL15 എന്ന് പറഞ്ഞിട്ടൊരു കുപ്പിവെള്ളം വന്നിട്ടുണ്ട്. റെയിൽവേ കുപ്പിവെള്ളം വിൽക്കുന്ന 14 രൂപയ്ക്കാണ്, KSRTC 13 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ 2 രൂപ ഇത് കൊടുക്കുന്ന കണ്ടക്ടർക്ക്, പണം വാങ്ങി വെക്കുന്ന കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കൊടുക്കും. കാരണം ഡ്രൈവറെ അവഗണിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഡ്രൈവറും KSRTCയുടെ ജീവനക്കാരനാണ്. അപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടെങ്കിലേ വണ്ടി ഓടത്തുള്ളൂ. അപ്പോൾ കണ്ടക്ടർ ഇത് കൊടുത്താൽ കണ്ടക്ടർക്ക് 2 രൂപ കിട്ടും, ഡ്രൈവർക്ക് 1 രൂപ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാവർക്കും വെള്ളം, ഈ ചൂട് കാലമാണ്, കടുത്ത ചൂടാണ്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ തന്നെ ഹില്ലി അക്വ എന്ന കമ്പനിയുമായിട്ട്, പ്രൈവറ്റുകാരുമായിട്ടല്ല, നമ്മൾക്ക് അവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. നമ്മൾ അവിടുന്ന് അവരുടെ നിന്ന് സർക്കാരിൻ്റെ വെള്ളമാണ് വാങ്ങുന്നത്. ആ വെള്ളമാണ് KL15 എന്ന ലേബലിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇറക്കുന്നത്. അങ്ങനെ ഓരോരോ പുതിയ പരിഷ്കാരങ്ങളാണ്. ഇനി വരാൻ പോകുന്നത് ബിസിനസ് ക്ലാസ് ബസ്സാണ്. ഈ മാസം ഒരു 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പേ ബിസിനസ് ക്ലാസ് ബസ് വരും. അത് കൊല്ലം വഴിയാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൈവേ വഴി തിരുവനന്തപുരം വിട്ടാൽ പിന്നെ കൊല്ലത്ത് ആളുണ്ടെങ്കിൽ നിർത്തും. തിരുവനന്തപുരത്തെ വണ്ടി ഫുള്ളായാൽ പിന്നെ എറണാകുളത്ത് പോയി നിർത്തത്തുള്ളൂ. ഇപ്പോൾ എറണാകുളം വരെയാണ്. അതിനകത്ത് ഭക്ഷണമുണ്ട്, അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല, ഡ്രൈവറും ഒരു ഹോസ്റ്റസും, അതായത് ബസ് ഹോസ്റ്റസ് ഒരു ലേഡി ഉണ്ടാകും. അവരാണ് ഈ ആവശ്യമായ ഭക്ഷണം കൊടുക്കും. അതിനകത്ത് നിന്ന് ഭക്ഷണം വാങ്ങാൻ കഴിയും. വിമാനത്തിലെ പോലെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പേ ടിക്കറ്റിനോടൊപ്പം തന്നെ ഭക്ഷണം ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഇന്ന തന്നെ ഭക്ഷണം എനിക്ക് വേണം,
ചായ വേണമെങ്കിൽ ചായ, കാപ്പി വേണമെങ്കിൽ ഇതെല്ലാം അതിനകത്ത് തന്നെ ചെയ്യാനുള്ള പാൻട്രിയൊക്കെ അതിനകത്തുണ്ട്. അത് വലിയ കുലുക്കം വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും വില കൂടിയ ഓൾഡോ ബസ്സാണ് വാങ്ങിച്ചത്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ ഒരെണ്ണം ഇങ്ങോട്ട് വരും. രാവിലെ ഒരെണ്ണം എറണാകുളം തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം തൃശ്ശൂരേക്കുള്ള ഹൈവേയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വണ്ടി രാവിലെ തൃശ്ശൂർ വരെ പോകും. ആദ്യത്തെ വണ്ടി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ ഇത് തൃശ്ശൂർ വരെയെങ്കിലും ആദ്യഘട്ടത്തിൽ ഓടിക്കണം. ആദ്യഘട്ടത്തിൽ എറണാകുളം വരെയാണ്. 2ാം ഘട്ടത്തിൽ തൃശ്ശൂരേക്ക് റോഡിൻ്റെ പണി തീരുന്നതനുസരിച്ച് തൃശ്ശൂരേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. അങ്ങനെ ഓരോ തരത്തിലും നമ്മുടെ പുരോഗമനപരമായ ഒരുപാട് പരിഷ്കാരങ്ങൾ KSRTCയിൽ വരെയാണ്. തൃശ്ശൂരിലെ ബസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടൊപ്പം തൃശ്ശൂർ നഗരക്കാഴ്ചയുടെ ഒരു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു പുതിയ ഡബിൾ ഡക്കർ, തിരുവനന്തപുരത്ത് ഓടുന്നുള്ള ഡബിൾ ഡക്കർ തൃശ്ശൂർ ടൗണ് ഈ വടക്കുന്ന ക്ഷേത്രം റൗണ്ട് ബോട്ട് ചുറ്റി വരാനും പിന്നെ മൃഗശാലയിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ട് ഒരു പുതിയ വനം വകുപ്പിൻ്റെ മൃഗശാല അവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ പോകുന്നതിനുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും 6-ാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യും. കോഴിക്കോടും ഇതുപോലെ ഒരു ഡബിൾ ഡക്കർ, കോഴിക്കോട് നഗരത്തിൽ ബേപ്പൂർ മുതൽ അങ്ങ് കോഴിക്കോട് നഗരത്തിലെ ചരിത്ര കാഴ്ചകളെല്ലാം കണ്ടുപോകാൻ വേണ്ടി ഒരു ഡബിൾ ഡക്കർ അവിടെയും വാങ്ങിയിട്ടുണ്ട്. അതും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മറ്റന്നാളെ എത്തും. അതുകൂടാതെ ബഡ്ജറ്റ് ടൂറിസത്തിന് എയർ കണ്ടീഷൻ വണ്ടി വേണം എന്ന് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ചുമതലയുള്ളവർ ആവശ്യപ്പെടുകയാണ്. ബഡ്ജറ്റ് ടൂറിസത്തിന് 10 എയർ കണ്ടീഷൻ ബസ്സുകൾ വാങ്ങാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്ത് കൊല്ലത്താണ് കൊടുക്കുന്നതെങ്കിൽ കൊട്ടാരക്കരയിലോ കത്തനാപുരത്തോ പുനലൂരോ ഒക്കെ ആവശ്യം വന്നാൽ ഈ വണ്ടി അയച്ചു കൊടുക്കേണ്ടി വരും. AC വണ്ടി ബുക്കിംഗ് സമയത്ത് അങ്ങോട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വണ്ടി കൊണ്ടുവരേണ്ടി വരും. നമ്മൾ AC വണ്ടി ഇവിടെ ഇപ്പോൾ AC ബുക്കിംഗ് ഉണ്ടെങ്കിൽ AC വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ബഡ്ജറ്റ് ടൂറിസം അടുത്തടുത്തുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഓരോ വണ്ടി വെച്ച് എയർ കണ്ടീഷൻ പുതിയ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കും എല്ലാം AC വണ്ടിയാണ് ഓടുന്നത്. ഇപ്പോൾ എല്ലാവരും നമ്മുടെ KSRTCയുടെ വണ്ടി പിടിച്ച് കല്യാണത്തിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ വണ്ടികൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഡ്രൈവർമാരും കണ്ടക്ടർമാരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വണ്ടി വൃത്തിയായിട്ടില്ലെങ്കിൽ അവർ വണ്ടി എടുക്കുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഒരു കൂട്ടായ പ്രവർത്തനം KSRTC വളർത്തുകയാണ്. CM മുകേഷ് അദ്ദേഹം ഈ നേരത്തെ ഇവിടുന്ന് ഈ ബസ് സ്റ്റാൻഡ് വേറെ എവിടെയോ ഒരു കുഴിക്കകത്ത് കണ്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വലിയ പേടിയിലായിരുന്നു. അത് പിന്നെ ഞാൻ വന്നപ്പോഴേ പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി പറയാം. മുകളിലാണ് ബസ് സ്റ്റേഷൻ വരുന്നതെങ്കിലും ഈ താഴത്തെ ബസ് സ്റ്റേഷൻ കിടക്കുന്ന സ്ഥലം സർക്കാർ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഒരു 5 നക്ഷത്ര ഹോട്ടലും ഒരു ഷോപ്പിംഗ് മാളും അടക്കമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തികളുമായി പങ്കാളിത്തത്തിൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ കായലിൻ്റെ മനോഹാരിത കാണത്തക്ക രീതിയിൽ ഒരു 10-20 നില 10-15-20 നിലയുള്ള ഒരു വലിയ 5 നക്ഷത്ര ഹോട്ടലും ഒരു ഭാഗത്തൂടി അതിൻ്റെ പ്രവേശനം, മറുവശത്ത് ഒരു വലിയ ഷോപ്പിംഗ് മാൾ, ലുലുമാൾ പോലെ ഒരു വലിയ ഷോപ്പിംഗ് മാളും നിർമ്മിക്കാനുള്ള ആശയമാണ്. ആ ആശയം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഏറ്റവും നല്ല പ്രപ്പോസലുമായി വരുന്നവർക്ക് അത് നൽകാനാണ് തീരുമാനം. KSRTCയുടെ ഡയറക്ടർ ബോർഡ് കൂടി പ്രത്യേക ഒരു കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റി പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫീസിബിലിറ്റി, അതിൽ KSRTCക്ക് എത്ര ലാഭം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുകയാണ്. എല്ലാ ഒഴിഞ്ഞു കിടന്ന സർവ്വ കടകളും വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് KSRTC ഒരു മാസം ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാന വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇനത്തിൽ മാത്രം, വാടകയിൽ മാത്രം. അപ്പോൾ അങ്ങനെ KSRTC മാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാം ഒരു അടുക്കും ചിട്ടയോടെ വരികയാണ്. ആ അടുക്കും ചിട്ട വന്നു കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ ആനുകൂല്യമൊക്കെ കൊടുക്കാം.